ആഘോഷത്തിന്റെ അലയൊലി അടങ്ങും മുൻപേ പ്രിയപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തി പുഷ്പ ഓർമ്മയായി. ഞായറാഴ്ച കാണിപ്പയ്യൂരിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച കൂനമുച്ചി കുത്തൂർ ആന്റണിയുടെ ഭാര്യ പുഷ്പയുടെ സംസ്കാരം നടന്നു. മകളുടെ കുഞ്ഞിന്റെ ഒന്നാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് സന്തോഷത്തോടെയാണ് കുന്നംകുളം വ്യാപാര ഭവനിൽ നിന്നും പുഷ്പ ഭർത്താവ് ആന്റണിക്കൊപ്പം കാറിൽ കൂനമുച്ചിയിലെ വീട്ടിലേക്ക് യാത്ര തിരിച്ചത്. 5 കിലോമീറ്റർ മാത്രം സഞ്ചരിക്കാനുള്ള കേവലം 15 മിനിറ്റ് കൊണ്ടെത്താവുന്ന ദൂരം മാത്രമുള്ള യാത്രക്കിടെയാണ് പുഷ്പയുടെ ജീവൻ പൊലിഞ്ഞ അപകടം സംഭവിച്ചത്. കൊച്ചിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോയിരുന്ന ആംബുലൻസും കാറും തമ്മിൽ നേർക്കുനേർ ഇടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പുഷ്പ മരണത്തിന് കീഴടങ്ങുകയും ആന്റണി ജീവൻ തിരിച്ചു പിടിക്കാനുള്ള അവസാന പരിശ്രമവുമായി ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. സന്തോഷത്തിന്റെ അനർഘ നിമിഷങ്ങളിലൂടെ കടന്നുപോയ കുടുംബത്തിന് ഉൾക്കൊള്ളാനാകാത്തതായിരുന്നു പുഷ്പയുടെ വിയോഗം. മക്കളായ ബ്ലെസ്സിക്കും ബ്രിട്ടോയ്ക്കുമൊപ്പം ബന്ധുക്കളും നാട്ടുകാരും കരച്ചിലടക്കാനാവാത്ത അവസ്ഥയിലായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 9:30 വസതിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം പുഷ്പയുടെ ഭൗതിക ശരീരം കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെത്തിച്ചു. പ്രാർത്ഥനകൾക്ക് ശേഷം മക്കളുടെയും ബന്ധുജനങ്ങളുടെയും അന്ത്യചുംബനങ്ങൾ ഏറ്റുവാങ്ങി പുഷ്പ ഓർമ്മകളിലേക്ക് മാഞ്ഞു. ഒന്നിച്ചുള്ള തന്റെ ജീവിതയാത്രയിൽ താങ്ങും തണലുമായിരുന്ന പ്രിയതമന്റെ അന്ത്യചുംബനം ഏറ്റുവാങ്ങാൻ പോലും കഴിയാതെ മടങ്ങിയ പുഷ്പ ഒരു വിങ്ങലായി എന്നും പ്രിയപ്പെട്ടവരുടെ മനസ്സിലുണ്ടാകും.